ഒരെണ്ണം ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു അമ്മായിയുടെ മൂട്ടിൽ വീണിരുന്നെങ്കിൽ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ തെരുവായ തെരുവോരങ്ങളൊക്കെ അങ്ങോട്ട് നടന്നിട്ട് അങ്ങോട്ട് കുരച്ച് അങ്ങോട്ടുള്ള നായയെ പോലെ തെരുവ് നായെ പോലെ അങ്ങോട്ട് കുരച്ച് അങ്ങോട്ട് നടക്കാണ്. ചില നായ്ക്കൾക്ക് ഉണ്ടല്ലോ, ചില നായ്ക്കൾ കുരക്കും, ചില നായ്ക്കൾ കടിക്കും. ഇത് കടിക്കണ വിധത്തിലുള്ള ഒരു സാധനമാണ് ഈ പറഞ്ഞത് ശലോം ജെറുസലേമിൽ നിന്നും മറ്റതും മറിച്ചെന്ന് പറഞ്ഞു. ഇതിന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ എന്ന് പറയുന്നത് ദേഷ്യം, പിന്നെ ഒരു സഹതാപം, പിന്നെ എന്താ പറയുക ഒരു തമാശ. ഇപ്പോഴാണെങ്കിൽ ഒന്നും തോന്നുന്നില്ല. ചിലവരൊക്കെ ഈ വീഡിയോ വരുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഓടി മറിയും. കാരണം എന്താ, അതിൽ നിന്നൊന്നും കിട്ടാനില്ല. കാരണം നമ്മുടെ വായും നമ്മുടെ ശരീരം നമ്മുടെ വിരലും നമ്മുടെ ഫോണും ചീത്തയാവുന്നല്ലാണ്ട് വേറെ ഒന്നും അവിടെ സംഭവിക്കാനില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. പക്ഷെ ഇവരുടെ വായിൽ നിന്ന് തന്നെ ഇവരുടെ ആ ഒരു ഇസ്രായേലിലാണ് താമസിക്കുന്ന വ്യക്തി, ഇസ്രായേലിൽ എന്താ പരിപാടി എന്നൊന്നും നമുക്കറിയില്ല, എന്തായാലും ഇസ്രായേലിലാണ് താമസിക്കുന്നത്, വർത്താനം ഇതൊക്കെ വെച്ച് നോക്കിക്കാൻ എന്താ പരിപാടി എന്നുള്ളത് ഏകദേശം ഊഹിച്ചെടുക്കാൻ പറ്റും. അവിടെ ഒരു മിസൈൽ വീണ് ഒരുപാട് ന്യൂസ് ചാനലിൽ നല്ല ഒറിജിനൽ ന്യൂസും വരുന്നുണ്ട്, ഫേക്ക് ആയിട്ടുള്ള ന്യൂസും വരുന്നുണ്ട്. നമ്മളെല്ലാവരും ലോക ചാനലിലൊക്കെ വരുന്ന കാര്യങ്ങൾ. അവിടെ ഇസ്രായേലിൽ മിസൈൽ വീണിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ വീണിട്ടുണ്ട്, പരിക്കുകളുണ്ട്, അത്യാവശ്യം പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്, നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സന്തോഷപ്പെടുന്നില്ല. യുദ്ധം വേണ്ട, അല്ലെങ്കിൽ യുദ്ധം ഇല്ലാതിരിക്കില്ല. അത് കാരണം യുദ്ധം നടന്നാൽ ഈ കിടക്കുന്ന ഇന്ത്യയിൽ വരെ നമ്മുടെ കേരളത്തിൽ വരെ അത് എഫക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വരും. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്ങനെയും അതില്ലാതെ ആക്കി മാറട്ടെ എന്നുള്ളൊരു സമാധാനത്തോടെ പോട്ടെ എന്ന് സമ്മതിക്കൂല. ഞങ്ങട് നശിപ്പിക്കണം, ഞങ്ങട് നാറാണക്കല്ല് എടുക്കണം. ഇവൾ അവിടെ പോയി കിടന്നുകൊണ്ടില്ല. ഈ ഭാഷ കൊണ്ട് മാത്രമാണ് ഇവളൊരു മലയാളി. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടൊക്കെ വേറെ ഏതോ കുതാത്തിലുള്ള സാധനമാണ് ഈ പറഞ്ഞ അമ്മായി എന്ന് പറയുന്നത്. ഇവരിപ്പോ ഈ അടുത്തുണ്ടല്ലോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്ര നാളും യുദ്ധം നടന്ന് അവിടെ മിസൈൽ വീണല്ലാന്ന് പറയുന്നത് ഇവരുടെ വാഗൊണ്ട് തന്നെ ഇവരുടെ മുന്നിൽ ഇവർ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ പോലും ഇത്രയും മനസ്സമാധാനം വേറെ കിട്ടാനില്ല. ഫ്രാൻസിസ് എറുശലേമിൽ നിന്നും പ്രിയ സഹോദരങ്ങൾ, എരുശലേമല്ല ടെല്ലവീവ് എന്ന് വേണം പറയാനായിട്ട്. ഞാനിപ്പോൾ ഉള്ളത് ടെല്ലവിയിലാണ്. നമ്മുടെ സുടുക്കുഞ്ഞുങ്ങളുടെയൊക്കെ കണ്ണുനീര് ഒന്ന് ഒപ്പാമെന്ന് കരുതി ഞാൻ വന്നതാണ് ടെല്ലവിയിലോട്ട്. എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്തായാലും നമ്മുടെ മാധ്യമങ്ങൾ, ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള മാധ്യമങ്ങൾ സത്യം നിങ്ങളോട് പറഞ്ഞു തരാറില്ല. എപ്പോഴും അവർ കള്ളത്തരങ്ങൾ പറയുകയും ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും അപമാനിക്കുകയും ഇസ്രായേലിനെതിരായി വാർത്തകൾ ചമയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാധ്യമങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് സത്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇസ്രായേലിലെ കെട്ടിടങ്ങൾ തകർന്ന് താളടിയായി ഇവിടെ മൊത്തവും നശിച്ച് നാറാണക്കല്ല് എടുത്തിരിക്കുകയാണ്. പിന്നെ ഇസ്രായേൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി അവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെല്ലാം എന്താണെന്നുള്ളതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ അറിയണമല്ലോ. അതുകൊണ്ട് ഇസ്രായേലിൽ എന്താ നടക്കുന്നതെന്നുള്ള കാഴ്ചകൾ ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ. ഇതാണ് കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് ഇസ്രായേലിൽ മിസൈൽ വീണപ്പോൾ തകർന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബിൽഡിങ് ഗവൺമെൻറ് സഹായത്തോടു കൂടി അവർ എന്താ പറയുന്നത് പൊളിച്ചുകൊണ്ടിരിക്കുക. ഈ കാണുന്ന അവിടെ കിടക്കുന്ന ആ ബിൽഡിങ്ങും ഇതിൻ്റെ അപ്പുറത്തുള്ള വീടുകളുടെ എല്ലാം ഗ്ലാസുകളെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. അതായത് ഇസ്രായേലിലെ തകർന്നു പോയ ഭാഗങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഴുവൻ ടെല്ലവീവും കത്തി നശിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ വാർത്തകൾ ഇടുമ്പോഴും നിങ്ങൾ കാണണം ഈ കെട്ടിടങ്ങളാണ് എന്ത് ചെയ്തത് കഴിഞ്ഞ ദിവസം. അതായത് ആദ്യമായിട്ട് ബോംബ് വീഴുന്ന സമയത്ത് ടെല്ലവിയിൽ വീണ ബോംബിൽ തകർന്നടിഞ്ഞ കെട്ടിടം എന്ന് പറയുന്നത് ഈ കാണുന്ന കെട്ടിടമാണ്. നിങ്ങൾക്ക് താഴെ കിടക്കുന്ന നാമാവശിഷ്ടങ്ങൾ കാണാം. അത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഇതിൻ്റെ പണി തുടങ്ങും. അതിൽ കാണിച്ചിരുന്ന സൈറ്റൊക്കെ ഇത് തന്നെയായിരുന്നു പ്രിയ സഹോദരങ്ങളെ. എന്തെല്ലാം വൃത്തികേടുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഇവന്മാർ കാണിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ നിറവിൽ നിന്നാണ് അതിരം സംസാരിക്കുന്നത്. അതെ, അതുകൊണ്ടാണ് നിന്റെ കൊതത്തി വന്നിട്ട് തുലിക്കന്മാരെല്ലാം കൂടി വെടിവെക്കുന്നത്. നീ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് കൊതം കൊടുത്ത് അതരം വഴിക്ക് ഒഴുക്കത്തില്ല, നീ കൊതം വഴിക്ക് ഒഴുക്കി കൊടുക്കും. ടിൻസി ജോജോ, മനസ്സിലായോ സഹോദരങ്ങളെ? ടിൻസി ജോജോ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നും കൊതം വഴിക്കാണ് ഒഴുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് കൊതമ്പതിൻ്റെ ആൾക്കാരുടെ കൂടെ കിടന്ന് വേലത്തരം കാണിക്കാതെ വ്യാജപ്രചരണങ്ങൾ അല്ലെങ്കിലും പണ്ടേ നമുക്ക് എന്ത് ചെയ്യുക, നമുക്കൊരു ഹരമാണല്ലോ. മാധ്യമങ്ങൾ അതിനനുസരിച്ച് ഒത്താശ ചെയ്തു കൊടുക്കും. ഇത് പൊളിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നതിന് വേണ്ടിയിട്ടാണ് അത് പൊളിക്കുന്നത്. ഇവിടുത്തെ അവശിഷ്ടങ്ങളെ മാറ്റിക്കൊണ്ട് അപ്പം തന്നെ പുതിയ കെട്ടിടങ്ങളെ പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇസ്രായേൽ എപ്പോഴും തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ, തങ്ങളുടെ ജനത്തിൻ്റെ സുരക്ഷയെ നോക്കുന്നവർ, അവരുടെ ജീവന് സംരക്ഷണം കൊടുക്കുന്നതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? മാധ്യമങ്ങളുടെ കരച്ചിൽ കാണണം. സകല കെട്ടിടങ്ങളും തകർന്ന് താളടിയായി കിടക്കുന്നു. ടെലവി മുഴുവനും കത്തുന്നു. അയ്യോ, ടെലവി ഒന്ന് കത്തുമല്ലേ നിന്ന്. പിന്നെ കോണാത്തിലെ മാധ്യമങ്ങളാണ് നിന്ന് കത്തിക്കുന്നത്. പെട്രോളും മണ്ണെണ്ണ എടുത്തുകൊണ്ട് വന്നിട്ട് പലസ്തീൻ കത്തി ഗാസ ചീഞ്ഞടിഞ്ഞ് കിടക്കുന്ന വീഡിയോകൾ എടുത്തുകൊണ്ട് വന്നിട്ട് പ്രചരിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഇസ്രായേലിൽ നിന്ന് കത്തുന്നു, ഇസ്രായേലിലെ കെട്ടിടങ്ങളെല്ലാം തകർന്നു, താളടിയായി കിടക്കുന്നു. മീഡിയ ഫണ്ട് പറയും ഇസ്രായേൽ തീർന്നു, ഇസ്രായേൽ ഒലക്കേണ്ട മൂഡ് കിണിക്കുന്ന കിണിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ തെമ്മാടിത്തരം പറയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്റെ തെമ്മാടിത്തരം കേട്ടിരിക്കാനുള്ളവളല്ല റീന. കാലേവാരി അടിക്കും കഴുതകളെ. കോണാത്തിലെ വർത്തമാനം പറഞ്ഞ് എന്നോട് വന്നു കഴിഞ്ഞാൽ നീ ആരാടി എന്നോടൊക്കെ സംസാരിക്കാനായിട്ട്? അത്രയ്ക്ക് എത്ര വളർന്നിട്ടുണ്ടോ എന്നോട് സംസാരിക്കാൻ മാത്രം? എന്നെ ഉപദേശിക്കാനൊന്നും ഇവിടെ നിങ്ങൾ ആരും വളർന്നിട്ടുമില്ല, എന്നോട് സംസാരിക്കാൻ നിങ്ങൾ ആരും വളർന്നിട്ടുമില്ല. പറഞ്ഞ മനസ്സിലായോ?
റീനയോട് നല്ലതാണെങ്കിൽ റീനയും തിരിച്ച് നല്ലതാ. റീനയോട് നമ്മാടിത്തരമാണെങ്കിൽ തിരിച്ച് റീന നമ്മാടിത്തരം കാണിച്ചു തരും. ഞാൻ വക്രനോട് വക്രനാ, നല്ലവനുക്ക് നല്ലവനുമാ. ഹോസ്പിറ്റലിൽ ഒന്നും ഒരു പ്രശ്നവുമില്ല. ഹബീബ് തൊപ്പിൽ ഉമ്മാന്റെ പേര് പൂറിയാണെന്ന് എല്ലാവർക്കും ആ പൂറി ഉമ്മയുടെ ഒരു ഹായ് അങ്ങ് പറയാൻ പറഞ്ഞു. ഹബീബ് തൊപ്പില് ഇസ്രായേലിന്റെ സർവശക്തൻ ഇസ്രായേൽ ജനത്തോടൊപ്പം ഉള്ളിടത്തോളം കാലം ഇസ്രായേലിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ സുരക്ഷിതരാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ സന്തോഷത്തിലാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രതിരോധവും ഏർപ്പെടുത്തിയിട്ടില്ല. എല്ലാവർക്കും എവിടെയും പോകാം, എവിടെയും വരാം. നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് തെറിയും വിളിച്ചുകൊണ്ട് ഈ തെരുവിലൂടെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ നടക്കും. അവിടെ എങ്ങും ഇല്ലേ തെരുവ് നായ്ക്കളെ പിടിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല എന്ന് തോന്നുന്നു. കേരളത്തിലാണെങ്കിൽ തെരുവ് നായ്ക്കളെ പിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയും വലയെറിഞ്ഞും കുരുക്കിട്ടും വെടിവെച്ചാണെങ്കിലും തീർത്ത് കളി, അല്ലെങ്കിൽ നാട്ടുകാരാണെങ്കിലും തല്ലിക്കൊന്ന് തീർത്തേനെ. ഒരുപാട് മിസൈലുകൾ ഉണ്ടല്ലോ മോളിൽ ചെന്നിട്ട് നിർവീര്യമാക്കുന്നുണ്ട് ഇവർ, വെറുതെ കളയുന്നുണ്ട് നിർവീര്യമായി. അതിൽ ഒരെണ്ണം വേറെ ആർക്കും ഒരു അപകടമില്ലാത്ത രീതിക്ക് ഒരെണ്ണം വന്ന് ഇതിന്റെ മൂട്ടിൽ വീണിരുന്നെങ്കിൽ ഒരു പകുതി സമാധാനം ആയെന്നാണ് നിന്ന് കേരളത്തിലുള്ളവർ ഇതിന്റെ വീഡിയോ കാണുന്നവർ ചിന്തിക്കുന്ന ഒരു കാര്യം. കാരണം ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ ആണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ഇവർ പറയുന്നതിൽ ഒന്നും ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. മറ്റുള്ളവരെ അങ്ങോട്ട് വിമർശിച്ച് ഇല്ലാതെയാക്കി, അല്ലെങ്കിൽ എന്താ മോശമായി മാക്സിമം ഓരോ വ്യക്തിയുണ്ടല്ലോ ഇവർക്ക് സംസാരിക്കുമ്പോൾ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവർ മാക്സിമം അവരെ ചീത്ത പറഞ്ഞും അവരെ കുടുംബത്തിലുള്ളവരും പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അവിടെ നമുക്കറിയാവുന്ന ലോക ന്യൂസ് ചാനലുകളിലൊക്കെ വന്നതെന്താണ് ഈ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര ന്യൂസ് ചാനലിലും അല്ലാത്ത ചാനലിലൊക്കെ വന്നു. അവിടെ അത്യാവശ്യം ഈ ഇറാന്റെ ബോംബ് വർഷിച്ചു, അതുപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഒരുപാട് പേർക്ക് പരിക്കുണ്ട്, അതുപോലെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടാലും ഇവർ സമ്മതിക്കില്ല. ഇവർ എന്താ ഉദ്ദേശിക്കണേന്നുള്ള കാര്യം നമുക്കറിയില്ല. ഞാനിപ്പോഴും പറയും, ഈ അമ്മായിയിലെ തെരുവിലൂടെ പട്ടി കുറച്ചുകൊണ്ട് നടക്കുന്ന പോലെ കുറക്കാണ്ട് അത്യാവശ്യമുണ്ടല്ലോ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ കേൾക്കാനും കണ്ടിരിക്കാനും ആൾക്കാരുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണിയാ മിസൈൽ അതിനെ മൂട്ടി കയറിയിരിക്കുക, പറഞ്ഞാൽ അങ്ങോട്ട് പോട്ടെ. അല്ലാണ്ട് ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്. ഇതിന്റെ വീഡിയോ കാണുമ്പോഴല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ദേഷ്യം, ഇപ്പൊ ഏതാണ്ട് പെരപ്പ് കയറുന്ന മാതിരിയാണ് ഈ സാധനത്തിന്റെ മുഖം കാണുമ്പോൾ. നിങ്ങൾ ഒരു പക്ഷേ ഒന്ന് ആ കണ്ണാടി പോയി നോക്കും, അല്ലെങ്കിൽ ആ മുഖം പോയിട്ട് ഒന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏത് രൂപമാണ് എൻ്റേതെന്നുള്ളത്. നായയുടെ രൂപമാണോ അല്ല വല്ല വേറെ എന്തെങ്കിലും രൂപമാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ജാതി ഒരു സാധനത്തിനൊക്കെ പടപ്പിനൊക്കെ പടച്ചു വിട്ട ആ മുതലുണ്ടല്ലോ അവരെ സമ്മതിക്കണോട്ടെ. ഇത് ഏത് സമയത്ത് ഉണ്ടായതാണോ എന്തോ.